മിസ്റ്റർ അടൂർ പ്രകാശ്, ഒരൊറ്റ ചോദ്യമാണ് നിങ്ങളോടുള്ളൂ. ഒരൊറ്റ ചോദ്യം. ദിലീപിന് നീതി കിട്ടി എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾ തകിടം മറിഞ്ഞ് പിന്നെ മലക്കം മറിഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ദിലീപിന് നീതി കിട്ടി, ഓക്കെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു. 10 പ്രതികളിൽ 7 മുതൽ 10 വരെയുള്ള 4 പ്രതികളെ വെറുതെ വിടുകയും ആദ്യത്തെ 6 പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു. ഈ 6 പ്രതികൾക്ക് ശിക്ഷ കിട്ടിയപ്പോൾ എന്തേ ഈ വലിയ ആക്രമണത്തിന് ഇരയായ ആ നടി, ആ അതിജീവത, നമ്മുടെ ആ സഹോദരി വന്ന് സന്തോഷം പങ്കിടാത്തത്? അവരെ ആ വാഹനത്തിലിട്ട് വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കിയ ആ 6 പേർ കയ്യാമം വെച്ച് ജയിലിലേക്ക് പോകുമ്പോൾ ആ ഒരു ഏറ്റവും സുപ്രധാനമായി അവർ സന്തോഷിക്കേണ്ട ദിവസം എന്തുകൊണ്ടായിരിക്കാം അവരൊരു സ്റ്റേറ്റ്മെന്റ് ചങ്കൂറ്റത്തോടെ പറയാത്തത്? അവർക്ക് കിട്ടിയിട്ടില്ല. യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടു എന്ന ഡിപ്രഷനിലാണ് അവർ നിൽക്കുന്നത് എന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ, അവരുടെ സഹതാരങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുമ്പോൾ അവളെ ഞങ്ങൾ ചേർത്ത് നിർത്തി ഇനിയും മുമ്പോട്ട് പോകാൻ പ്രാപ്തയാക്കി മാറ്റുമെന്ന് പറയണമെങ്കിൽ അത്രമേൽ അവൾ താഴേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് വെള്ള വസ്ത്രം ധരിച്ചു വന്ന് നിന്ന് പൊളിറ്റീഷ്യന്റെ, രാഷ്ട്രീയക്കാരന്റെ, കപട പൊളിറ്റീഷ്യന്റെ ഷർട്ടുമുണ്ടും ധരിച്ച് നിങ്ങൾ ഇങ്ങനെ വന്ന് നിന്നിട്ട് പറയാ, ദിലീപ് എൻ്റെ അടുത്ത സുഹൃത്ത്, ദിലീപിന് നീതി കിട്ടി, ഞാൻ അതിജീവിതയ്ക്കൊപ്പം എന്ന് കടക്കുകയെ പുറത്ത്. നിങ്ങൾ ആരോടാണ് ഈ ചേഷ്ടയും കൊഞ്ഞനവും കുത്തി കാണിക്കുന്നത്? ഇത് പിണറായി ഭരിക്കുന്ന നാടാണ്. ഓരോ മന്ത്രിമാരടക്കം, മുഖ്യമന്ത്രി അടക്കം, ഇടതുപക്ഷ മുന്നണിയുടെ ആളുകൾ, നേതാക്കൾ മുഴുവൻ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ദിലീപിനൊപ്പമല്ല. നിരാശപ്പെട്ട വിധി, നിരാശയുണ്ടാക്കുന്ന വിധി, ആരും ആഗ്രഹിക്കാത്ത വിധി, ഇത് വലിയ രീതിയിൽ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ട വിധി എന്നൊക്കെ പറഞ്ഞ് ചങ്കൂറ്റത്തോടെ ഇടത് നേതാക്കൾ വന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഓക്കാനിച്ചുത്തരം മുട്ടി നിങ്ങളോട് ആരെങ്കിലും പ്രതികരിക്കണം എന്ന് പറഞ്ഞോ? നിങ്ങളുടെ ഒന്നും പ്രതികരണം ഞങ്ങൾക്ക് വേണ്ടെന്നേ. കാരണം ഇത് ഇടത് സർക്കാർ അതിനെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പെക്സ് കോടതികളിലേക്ക് അപ്പീലിന് പോകും. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് പി രാജീവ് വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മാധ്യമങ്ങൾക്ക് നേരെ ഇരുന്ന് പറഞ്ഞല്ലോ, ക്രിമിനൽ ഗൂഢാലോചന പോലീസ് നടത്തിയതാണെന്നുള്ളത് ദിലീപേ നിങ്ങളുടെ തോന്നലാണ്. അത് നിങ്ങളുടെ തോന്നൽ. ഞങ്ങൾ ഈ കേസിനെ അടുത്ത കോടതികളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നിടത്താണ് ഇടത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും കോൺഗ്രസിന്റെ അല്പത്തരവും. അവിടെ നിന്നാണ് അടൂർ പ്രകാശ് പറയുമ്പോ നിങ്ങളുടെ നേതാവായ ഷാനിമോൾ ഉസ്മാൻ വന്നിട്ട് പറയാ, അടൂർ പ്രകാശിൻ്റെത് മാത്രമായിട്ടുള്ള അഭിപ്രായമാണ്, അംഗീകരിക്കാനാവില്ല എന്ന്. 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ഒരു നാടിൽ ഒരു സഹോദരിയെ പിച്ച് ചീന്തിയതിന്റെ വിധി വന്നപ്പോ അതിന് പോലും ഒരു വലിയ രീതിയിൽ ആ നടിക്കൊപ്പം, ആ ഇരയ്ക്കൊപ്പം നിൽക്കാനാവാതെ 2 തട്ടിലായി പോകുന്ന രാഷ്ട്രീയത്തിന്റെ പേരെ കോൺഗ്രസ്, രാഷ്ട്രീയ മുന്നണിയുടെ സമവാക്യത്തിന്റെ ഒറ്റപ്പേരെ UDF മുന്നണി എന്നല്ലാതെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല.